തനിക്കെതിരെ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന ആസൂത്രിതമായ വ്യാജ പ്രചരണങ്ങൾക്കെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് CPIM സംസ്ഥാന കമ്മിറ്റി അംഗം M സ്വരാജ് വ്യക്തമാക്കി. പാർട്ടിയുടെ മുഖപത്രമായ ദേശാഭിമാനിയുടെ പേരിൽ വ്യാജ വാർത്താ കാർഡുകൾ നിർമ്മിച്ച് പ്രചരിപ്പിക്കുന്നതിനെതിരെയാണ് അദ്ദേഹം നിയമ പോരാട്ടത്തിന് ഒരുങ്ങുന്നത്. ഇത്തരം സൈബർ ആക്രമണങ്ങൾ ജനാധിപത്യപരമായ സംവാദങ്ങളെ മലിനമാക്കുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. തീവ്ര ഹൈന്ദവ നിലപാടുകളുള്ള പ്രതീഷ് വിശ്വനാഥ് തന്റെ സുഹൃത്താണെന്ന് സ്വരാജ് പറയുന്ന തരത്തിലുള്ള വ്യാജ കാർഡുകളാണ് ഇപ്പോൾ പ്രചരിക്കുന്നത്. പ്രതീഷ് വിശ്വനാഥ് എന്നെ കാണാൻ വന്നത് സൗഹൃദത്തിന്റെ പേരിലാണ്, അത് വിവാദമാക്കേണ്ട കാര്യമില്ല എന്ന വാചകമാണ് സ്വരാജിന്റെ ഫോട്ടോ സഹിതം ദേശാഭിമാനിയുടെ ലോഗോ വെച്ച് പ്രചരിക്കുന്നത്. എന്നാൽ ഇത്തരമൊരു പ്രസ്താവന താൻ നടത്തിയിട്ടില്ലെന്നും ഇത് പൂർണ്ണമായും വ്യാജമാണെന്നും സ്വരാജ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വിശദീകരിച്ചു. വ്യക്തിഹത്യയും നുണപ്രചാരണവും അസഭ്യവർഷവും എല്ലാ വിഭാഗം വർഗീയവാദികളുടെയും ഇഷ്ടശൈലിയാണെന്ന് M സ്വരാജ് പറഞ്ഞു. വർഗീയത ഏത് വേഷത്തിൽ വന്നാലും അവലംബിക്കുന്ന രീതികൾ ഒന്നാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. നുണകൾ ആവർത്തിച്ച് സത്യമാണെന്ന് വിശ്വസിപ്പിക്കാനുള്ള ഘോഡി ബൽസീൻ തന്ത്രമാണ് വർഗീയവാദികൾ തനിക്കെതിരെ പ്രയോഗിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തന്നെ ഒരു വിഭാഗം വർഗീയവാദിയായി ചിത്രീകരിക്കാൻ ചില കേന്ദ്രങ്ങൾ ഓവർടൈം ജോലി ചെയ്യുകയാണെന്ന് അദ്ദേഹം പരിഹസിച്ചു. കുറച്ചു നാളായി തന്നെ ഹൈന്ദവ വർഗീയവാദിയായി ചിത്രീകരിക്കാൻ ജമാഅത്തെ ഇസ്ലാമി കേന്ദ്രങ്ങളും ലീഗിലെ തീവ്ര വിഭാഗവും ശ്രമിക്കുന്നു. ഇതിനു മുൻപ് തന്നെ മുസ്ലിം വർഗീയവാദികളുടെ ആളായി ചിത്രീകരിക്കാനാണ് സംഘപരിവാർ ശ്രമിച്ചിരുന്നത്. ഇരു വർഗീയതകളും ഒരുപോലെ തന്നെ ആക്രമിക്കുന്നതിൽ തനിക്ക് സന്തോഷമേ ഉള്ളൂവെന്നും അദ്ദേഹം വ്യക്തമാക്കി. വെള്ളം ചേർക്കാത്ത കള്ളങ്ങളാണ് വർഗീയവാദികളുടെ പ്രധാന ആയുധം. ആയിരക്കണക്കിന് വ്യാജ ഐഡികൾ വഴിയാണ് ഈ കാർഡുകൾ പ്രചരിക്കുന്നത്. ഇതിനു പുറമെ ലീഗിലെയും വെൽഫെയർ പാർട്ടിയിലെയും ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ പോലും സ്വന്തം പ്രൊഫൈലുകൾ വഴി ഈ നുണ പ്രചരിപ്പിക്കാൻ മുന്നിലുണ്ടെന്ന് സ്വരാജ് പേരെടുത്ത് പറയാതെ വിമർശിച്ചു. ഈ നുണപ്രചരണത്തിൽ പഞ്ചായത്ത് മെമ്പർമാരും മാധ്യമ മേഖലയിൽ പ്രവർത്തിക്കുന്നവരും ഉണ്ടെന്ന് ഞെട്ടിക്കുന്നതാണെന്ന് അദ്ദേഹം പറഞ്ഞു. കോൺഗ്രസിലെ ഒരു വിഭാഗം ഈ വ്യാജ പ്രചാരണത്തിന് ഒത്താശ ചെയ്യുന്നുണ്ട്. വർഗീയവാദികൾ ഒരേ ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുമ്പോൾ രാഷ്ട്രീയ മാന്യത പലരും വിസ്മരിക്കുകയാണെന്നും അദ്ദേഹം തന്റെ കുറിപ്പിൽ ഓർമ്മിപ്പിച്ചു. സംഘപരിവാർ ശൈലി അതേപടി പിന്തുടരുകയാണ് മറ്റു ചില വിഭാഗങ്ങളെന്ന് സ്വരാജ് ആരോപിച്ചു. വ്യക്തിഹത്യ നടത്താൻ വ്യാജരേഖകൾ ചമയ്ക്കുന്നത് ക്രിമിനൽ കുറ്റമാണ്. ദേശാഭിമാനിയുടെ പേരിൽ നിരവധി വ്യാജ കാർഡുകൾ നിർമ്മിച്ച് പ്രചരിപ്പിക്കുന്നത് ഇക്കൂട്ടർ പതിവാക്കിയിരിക്കുകയാണെന്നും ഇതിന് അറുതി വരുത്തേണ്ടത് അത്യാവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിലെ രാഷ്ട്രീയ അന്തരീക്ഷത്തെ വർഗീയവൽക്കരിക്കാനുള്ള നീക്കമാണിതെന്ന് സ്വരാജ് നിരീക്ഷിച്ചു. തന്റെ രാഷ്ട്രീയ നിലപാടുകളെ നേരിടാൻ കഴിയാത്തവർ ഇത്തരം തരം താഴ്ന്ന വേലകളിലൂടെ തന്നെ തളർത്താമെന്ന് കരുതേണ്ടതില്ല. സത്യം ജനങ്ങൾക്കറിയാമെന്നും നുണകൾക്ക് അധികകാലം ആയുസ് ഉണ്ടാകില്ലെന്നും അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു. വ്യാജ വാർത്തകൾ നിർമ്മിക്കുന്നവർക്കും അത് സാമൂഹിക മാധ്യമങ്ങളിലൂടെ ഷെയർ ചെയ്യുന്നവർക്കുമെതിരെ സൈബർ സെല്ലിലും പോലീസിലും പരാതി നൽകാനാണ് M സ്വരാജിന്റെ തീരുമാനം. വ്യാജരേഖ നിർമ്മാണം, അപകീർത്തിപ്പെടുത്തൽ തുടങ്ങിയ വകുപ്പുകൾ പ്രകാരം നടപടി ആവശ്യപ്പെടും. ഇത് മറ്റു രാഷ്ട്രീയ നേതാക്കൾക്കും സൈബർ ആക്രമണങ്ങൾ നേരിടുന്നവർക്കും ഒരു മാതൃകയാകുമെന്നും അദ്ദേഹം കരുതുന്നു. ചുരുക്കത്തിൽ വർഗീയതയ്ക്കും സൈബർ കുറ്റകൃത്യങ്ങൾക്കുമെതിരെയുള്ള പോരാട്ടം നിയമപരമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് CPIM നേതാവിന്റെ തീരുമാനം. നവമാധ്യമങ്ങളെ ദുരുപയോഗം ചെയ്യുന്നവർക്ക് ശക്തമായ മറുപടി നൽകാൻ നിയമവ്യവസ്ഥയ്ക്ക് കഴിയുമെന്ന വിശ്വാസത്തിലാണ് അദ്ദേഹം ഈ നിയമ പോരാട്ടത്തിന് തുടക്കം കുറിക്കുന്നത്.